വരയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചുമർ ചിത്രകലയുടെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയുന്ന ചിത്രസൂത്രത്തിൽ 5 തരം കണ്ണുകളെക്കുറിച്ച് പറയുന്നു. ചാപാകാരം ഭവന്നേത്രം മത്സ്യോദരമഥാപിവ നേത്രമുൽപ്പലപത്രാഭം പത്മപത്രനിഭം തഥാ ശംഖാകൃതിർമഹാരാജ പഞ്ചമം പരികീർത്തിതം. കണ്ണുകൾ വില്ലിൻ്റെ ആകൃതിയിലോ മത്സ്യോദര ആകൃതിയിലോ നീലിയാമ്പൽ ദള ആകൃതിയിലോ താമര ഇതളിൻ്റെ ആകൃതിയിലോ ശംഖാകൃതിയിലോ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ നേത്രം ഉൽപ്പലപത്രാഭം എന്ന് പറയുന്നിടത്തെ ഉൽപ്പലപത്രത്തിന് നീലയാമ്പലെന്നും അതുപോലെ കരിങ്കൂവളമെന്നും അർത്ഥമുണ്ട്. ഇനി കണ്ണിൻ്റെ അളവുകളെക്കുറിച്ചും ചിത്രസൂത്രകാരൻ പറയുന്നുണ്ട്. ചുമർ ചിത്രത്തിൻ്റെ താലപ്രമാണത്തിലാണ് അളവുകൾ പറയുന്നത്. ഒരു താലത്തെ 12 അങ്കുലങ്ങളായി തിരിക്കുന്നു. അങ്കുലത്തെ വീണ്ടും യവമായും വിഭജിക്കുന്നു. മുഖം, കൈപ്പത്തി, പാദം ഇവയെ ഒരു താലം അളവിൽ വരയ്ക്കാം. ഇതുമായി താരതമ്യം ചെയ്ത് ബാക്കി അളവുകൾ നിശ്ചയിക്കാം. ഓരോ തരത്തിലുള്ള കണ്ണുകളുടെ അളവുകൾ പറയുന്നുണ്ട്. ചാപാകൃതിയുള്ള കണ്ണുകൾക്ക് 3 യവമാണ് അളവ്. മത്സ്യോദരം 4 യവം, ആമ്പൽ നയനം 6 യവം, താമരദള നയനം 9 യവം, ശംഖാകൃതിക്ക് 10 യവം എന്നിങ്ങനെയാണ് കണക്ക്. വരയ്ക്കുന്ന മുഖത്തിൻ്റെ വലിപ്പം ഒരു താലമായി കണ്ടുവേണം യവം കണക്കാക്കാൻ. യോഗാസനത്തിൽ ഭൂമിയിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് ചാപാകൃതിയായിരിക്കും. കാര്യസിദ്ധി പ്രതീക്ഷിക്കുന്ന സ്ത്രീകൾക്കും കാമികൾക്കും മത്സ്യോദര ആകൃതിയിലുള്ള നയനവും നിർവികാരർക്ക് ആമ്പൽദള നയനവുമാണ് യോജിച്ചത്. ഭയപ്പെട്ടവർക്കും കരയുന്നവർക്കും താമരദള നയനവും കോപിച്ചവർക്കും വേദന സഹിക്കുന്നവർക്കും ശംഖാകൃതിയാണ് യോജിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.